നമുക്ക് ആദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഫിനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ റേഷ്യോസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫിനാൻഷ്യൽ ഡേറ്റ എന്തായാലും വേണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. GSTക്ക് വേണ്ടിയിട്ട് മാത്രം പോരാ, ഫിനാൻഷ്യൽ ഡേറ്റ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെ കമ്പനിയിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യണം, അത്യാവശ്യം അനലൈസ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, ക്യാഷ് ഫ്ലോ അറിഞ്ഞിരിക്കണം, റവന്യൂ അറിഞ്ഞിരിക്കണം, ലയബിലിറ്റീസ് ഒട്ടുമിക്കവർക്കും എല്ലാം അറിയായിരിക്കും. ബാക്കി എല്ലാ ഫിനാൻഷ്യൽ ഡേറ്റയും നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ഒരു നല്ല പരിധിവരെ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതുപോലെ അതിൽ നിന്നും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോസ് മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കറണ്ട് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ആസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ്. അതായത് നമ്മുടെ കറണ്ട് ആസറ്റ്സിന്റെ എത്ര ഭാഗം ആണ് ലയബിലിറ്റി ആയിട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. അങ്ങനെ കുറെ ഫിനാൻഷ്യൽ റേഷ്യോസ് നിങ്ങൾ ചെറുതായിട്ട് ഗൂഗിളിലൊന്ന് കോമൺ ഫിനാൻഷ്യൽ റേഷ്യോസ് അല്ലെങ്കിൽ യൂസ്ഫുൾ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ റേഷ്യോസ് കിട്ടും. അതിൽ നമ്മൾ ഒരു 4-5 ഫിനാൻഷ്യൽ റേഷ്യോസ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ കിട്ടാൻ പറ്റും. അതേപോലെ കുറച്ചുകൂടെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്യണം. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റേഷ്യോസ് വെച്ച് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒരു പരിധി വരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത ഘട്ടത്തിൽ റേഷ്യോ ഓഫ് റേഷ്യോസ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. റേഷ്യോ ഓഫ് റേഷ്യോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റേഷ്യോസ് ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് റേഷ്യോസുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നു. നമ്മുടെ കറണ്ട് റേഷ്യോ ഉദാഹരണത്തിന് 1.1 ആണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ മറ്റ് കമ്പനീസിന്റെ ബെഞ്ച് മാർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി അതും നമ്മുടെ റേഷ്യോയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അതാണ് റേഷ്യോ ഓഫ് റേഷ്യോ. അപ്പോൾ നമ്മളെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കമ്പനി നമ്മുടെ ഇൻഡസ്ട്രിക്കുള്ളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നും കൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. റേഷ്യോസിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ എക്സ്ക്ലൂസീവ്ലി ചെയ്യാം. കുറച്ച് കോമൺ റേഷ്യോസിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ശരി.